because he understands. So once again, welcome back to my YouTube channel, Being Bindya. അപ്പോൾ ഇന്ന് ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഇൻസ്റ്റാഗ്രാം ഹാക്ക് എൻ്റെ ഹസ്ബൻഡ് ഇത് കണ്ടിട്ട് എനിക്ക് ഷെയർ ചെയ്ത് തന്നു ആൻഡ് വി ഡിസൈഡ് ടു ട്രൈ ഇറ്റ് ഔട്ട്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താകും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്നൊന്നും എനിക്കിപ്പോൾ യാതൊരുവിധ ഐഡിയയും ഇല്ല. ഇൻസ്റ്റാഗ്രാം ഹാക്സ് ഒന്നും ഞാൻ അങ്ങനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തൊന്നുമില്ല കേട്ടോ. ഒരുപാട് പേരൊക്കെ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ അത്രയും റിസൾട്ട് ഉണ്ട് എന്ന് ഒത്തിരി പേര് പറയുകയാണെങ്കിൽ മാത്രം 1-2 ഹാക്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. സോ ദിസ് വൺ ഈസ് കംപ്ലീറ്റ്ലി ന്യൂ ടു മീ ആൻഡ് ഞാനല്ല ഇത് ട്രൈ ചെയ്യുന്നത്, എൻ്റെ ഹസ്ബൻഡാണ്. ബിക്കോസ് പുള്ളിയുടെ കയ്യിലാണ് ഒരുപാട് ടാൻ ഉള്ളത് ആൻഡ് പുള്ളി തന്നെയാണ് എന്നോട് ഇത് സജസ്റ്റ് ചെയ്തതും. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, നമുക്കൊരു കണ്ടന്റും ആകും ആൻഡ് എനിക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആണ്. കാരണം പുതിയൊരു സാധനം ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ സാധനം എനിക്കൊരു ഫീലുണ്ട്. ആൻഡ് എനിക്ക് തോന്നി ഈ ഹാക്ക് ഒത്തിരി പേര് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് ഞാൻ മറ്റ് വീഡിയോസ് ഒന്നും കണ്ടില്ല. ബട്ട് ദെൻ മൈ ഹസ്ബൻഡ് വാസ് സോ ഇൻട്രസ്റ്റഡ് ടു ട്രൈ ദിസ് വൺ. അപ്പം ഞാനും നിരുത്സാഹപ്പെടുത്തിയില്ല. ഐ വാസ് ലൈക്ക് ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ എന്നുള്ള രീതിയിൽ. ഒരുപാട് ബ്ലാബർ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. സോ കം അലോങ് വിത്ത് മീ ആൻഡ് ലെറ്റ്സ് സീ ഇഫ് ഇറ്റ് ഇസ് വർക്കിംഗ് ഓർ നോട്ട്. അപ്പോൾ ഈ ഹാക്ക് ട്രൈ ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്ലിനിക് പ്ലസിൻ്റെ ഒരു ഷാംപൂ, ഈനോട് ഒരു ചെറിയ പാക്കറ്റ്, ടൂത്ത് പേസ്റ്റ് ആൻഡ് ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് നമുക്ക് ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബൗളിലോട്ട് സ്ക്വീസ് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് എല്ലാം ആഡ് ചെയ്യുകയാണ്. ആദ്യം ഞാൻ ഷാംപൂ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ആ വീഡിയോയിൽ കണ്ട റെഫറൻസ് പോലെ തന്നെയാണ് ഞാനിവിടെ എല്ലാം ആഡ് ചെയ്യുന്നത്. ദെൻ ഈനോ ആഡ് ചെയ്തു. ഈനോ ആഡ് ചെയ്തപ്പോൾ ഒരു ബബിൾ ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബബിൾ ഫീൽ ഭയങ്കരമായിട്ട് കൂടി കേട്ടോ. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റ് ആണ്. ടൂത്ത് പേസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പതഞ്ഞിട്ട് ഈ ബൗളിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പാത്രം മാറ്റേണ്ടി വന്നു. സോ ഞാൻ ഈ ചേട്ടൻ്റെ കയ്യിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റിൽ നമ്മൾ വെള്ളം ഒഴിച്ച പോലെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൈയുടെ പാമിൽ മാത്രമാണ് ആസ് ഓഫ് നോ ഈ എക്സ്പെരിമെൻറ്റ് ഞാൻ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചത്. ബിക്കോസ് മുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ആൻഡ് ഒരു 1/2 hour ചേട്ടൻ വെയിറ്റ് ചെയ്തു. മൊമെൻറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ തന്നെ ചോദിച്ചു ഏത് കയ്യിലായിരുന്നു നമ്മളിത് അപ്ലൈ ചെയ്തതെന്നുള്ളത്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ എന്താ പറയാ, ഈ എക്സ്പെരിമെന്റ് ഇനി ആവർത്തിക്കൂ? വെളുത്തോ? ടാൻ പോയോ? ഇല്ല. അപ്പം ചേട്ടൻ ഇത് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യൂ? അപ്പം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുന്നതാണ്, ഈ എക്സ്പെരിമെന്റ് ഞങ്ങൾക്ക് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ. ഇനി ഈ ഹാക്ക് പുള്ളി മേലിൽ ആവർത്തിക്കില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇനിയും പുതിയ ഹാക്കായിട്ട് വരുമോ എന്നുള്ളത്. ഇഫ് ഹി ഈസ് കമ്മിങ്, ഞാൻ അതും ഒരു കോണ്ടന്റ് ആക്കാൻ ശ്രമിക്കുന്നതാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് ബീങ് ബിന്ദ്യ. ടാറ്റാ.